ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മസാലക്കറിയാണ് കേട്ടോ. സാധാരണ നിങ്ങളാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഒരു മസാലക്കറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പടവലങ്ങ പലപ്പോഴും അവിയലിനോ പടവലങ്ങ തോരനോ അതുപോലെയുള്ള കറികൾക്കാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചിട്ട് ഇത് മുഴുവൻ പടവലങ്ങ അല്ല കേട്ടോ. ആദ്യമേ സ്കിപ്പ് ചെയ്ത് പോവല്ലേ. പടവലങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു മസാലക്കറിയാണിത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം പടവലങ്ങയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായ മസാലക്കറി റെഡി ആവുകയും ചെയ്യും. പടവലങ്ങ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതുപോലെ പല രീതിയിലും കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ വലിപ്പത്തിൽ പടവലങ്ങ ഉണ്ടല്ലോ, സ്നേക്ക് ഗാർഡ് പടവലങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും ഈ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പടവലങ്ങയും പൊട്ടറ്റോയും കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വെള്ളം മാറ്റിയതാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോയുടെ കളർ മാറിപ്പോവും. പിന്നെ നമുക്ക് അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പച്ചമുളക് നമുക്ക് ഇതിൻ്റെ കൂടെ വേവിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് പച്ചമുളക് അരപ്പിലേക്ക് ആവശ്യമുള്ളതല്ല. ഒരു പിടി തേങ്ങ, ഞാനിങ്ങനെ ഒരു പിടി എടുത്തപ്പോൾ അത്രയും തേങ്ങയുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, നമ്മുടെ പെരിഞ്ജീരകം, ഇത്രയുള്ള 2 പീസ് പട്ട, 4 ഗ്രാമ്പു, 6-7 മണി കുരുമുളക്. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ വരെ എടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ വ്യത്യാസം വരുത്തണം. അത് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്ത് വെച്ച് ചൂട് മാറിയാലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. ആ അരപ്പ് ഒഴിച്ചിട്ട് വേണം നമ്മുടെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാലകളും തേങ്ങയും കൂടി ചേർക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടിക്ക് പകരം മുഴുവൻ മുളകാണ് ചേർക്കുന്നത്. അത് ഇടയ്ക്കാണ് ചേർക്കുന്നത്, ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 5 മുളക്, എരിവുള്ള വറ്റൽമുളക് 5 എണ്ണം നമ്മൾ ഈ തേങ്ങയൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് വറവ് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയൊന്ന് കളർ മാറി വരട്ടെ. മസാലക്കറി ആകുമ്പോൾ തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. ഇനി നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ കുക്കാവാനുള്ളതാണല്ലോ, അതിപ്പോൾ ഒഴിക്കുന്നില്ല. നമ്മുടെ മുളക് ചേർക്കുമ്പോഴേ ഒഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തേങ്ങയുടെ കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരവുമ്പോൾ തേങ്ങ വറുത്തരയ്ക്കാനാണ് എന്നുള്ള രീതിയിലായിരിക്കില്ല തേങ്ങ ചിരവുന്നത്. പല വലിപ്പത്തിലായിരിക്കും തേങ്ങ ഉണ്ടാവുക. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ മാറിയതും കുറച്ച് കളർ മാറാത്തതും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ തേങ്ങ പല വലിപ്പത്തിലാവുമ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ ആദ്യമുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ വേഗം കരിഞ്ഞു പോകും. വലിയ പീസുകൾ അതുപോലെ തന്നെ കിടക്കും. സമയമെടുക്കും വറുത്തെടുക്കാനായിട്ട്. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിന് ശേഷം വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനായിട്ട് തേങ്ങ വറുത്തെടുക്കാൻ കിട്ടും. അപ്പോൾ എളുപ്പമായിരിക്കും. എല്ലാ തേങ്ങയും ഒരേ സമയം തന്നെ മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അതൊരു ചെറിയ ടിപ്പാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ കുക്കായി വരാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇനി വേഗം തന്നെ നമ്മുടെ തേങ്ങയുടെ കളർ മാറി വരും. അതുപോലെ തേങ്ങ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും കൂടിയുണ്ട്. ഇങ്ങനെ ടിപ്സൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയല്ല കേട്ടോ. ഞാൻ വേണ്ട കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നല്ല കട്ടിയുള്ള പാനിൽ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ അടിഭാഗം കട്ടിയുള്ള പാനിൽ, ഇപ്പോൾ ഇത് ഹോക്കിൻസിൻ്റെ പാനാണ്, അതുപോലെ കട്ടിയുള്ള പാനിൽ നമ്മൾ തേങ്ങ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോവാതെ ഒരു കയ്പ്പ് ചുവയുള്ള വറവാവാതെ കിട്ടും. അത് കട്ടിയുള്ള പാനാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് പാനിൽ വറുക്കുക. വണ്ടർ ഷെഫിൻ്റെ പാനിലൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. അവരുടെ പാനിന് ഇത്രയും തിക്നെസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു ബ്രാൻഡിനെ ഞാൻ മോശമാക്കി പറഞ്ഞതല്ല. ഉള്ള കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അനുഭവമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ തേങ്ങയുടെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മസാലപ്പൊടി ചേർക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് മസാലകൾ ചേർത്താണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി,
എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് കുറുകി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടിയുടെ അളവ് ചെറുതായിട്ട് കൂടുതൽ വേണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കുക്കായി കിട്ടും. നന്നായിട്ട് നമ്മുടെ മസാലകൾ കുക്കായാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ പെരിഞ്ജീരകം ആദ്യമേ ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ചേർത്താലും മതി. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ചപ്പോൾ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. സാധാരണ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പെരിഞ്ജീരകം ഏറ്റവും അവസാനമാണ് ചേർക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറി വരുമ്പോൾ ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുക്കും. വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി വേണ്ടതാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് കുറേ ബുദ്ധിമുട്ടി അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നതിനേക്കാൾ ഈസി നമുക്കിതൊന്ന് മിക്സിയിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക, അതിനുശേഷം പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നമ്മൾ അരച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചട്ടിയിലേക്ക് വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് പടവലങ്ങയും ഉരുളക്കിഴങ്ങും. നിങ്ങളിങ്ങനെ മിക്സഡായിട്ട് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ വേഗം കുക്കാവുന്ന വെജിറ്റബിൾസ് ഒരുമിച്ച് എടുക്കുക കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഒക്കെ എടുക്കുകയാണെങ്കിൽ വഴുതനങ്ങയ്ക്കും വെണ്ടയ്ക്കും ഒക്കെ ഏകദേശം കുക്കിംഗ് ടൈം ഒരുപോലെയാണ്. അപ്പോൾ അതുപോലെ ഒരുമിച്ച് വേഗം കുക്കായി കിട്ടുന്ന വെജിറ്റബിൾസ് എടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇതൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം. വല്ലാതെ ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, വല്ലാതെ തിക്കായിട്ടുള്ള ഗ്രേവി അല്ല. അപ്പോൾ നമുക്ക് കറി കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം നമ്മൾ കരുതി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വല്ലാതെ കൂടി പോവില്ല. അപ്പോൾ ഇനി കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുക്കായി വരട്ടെ നമ്മുടെ വെജിറ്റബിൾസ്. ഒരുപാട് സമയം വേണ്ട. ഈ ഒരു മസാലയിൽ കിടന്ന് തന്നെ വെജിറ്റബിൾസ് കുക്കാവുമ്പോൾ മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വേഗം അബ്സോർബ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ട് മസാല ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ മസാല റെഡി ആക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ കറി എന്തായാലും തിളച്ചൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം കുക്കായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടവലങ്ങ ആണെങ്കിലും ഇത് കണ്ടോ കട്ടാവുന്നുണ്ട്, ഉരുളക്കിഴങ്ങാണെങ്കിലും ഇതുപോലെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് രണ്ടും കുക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണാണ് ചേർത്തത് കേട്ടോ. 1/2 ടീസ്പൂൺ എന്നാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് കുറുകും. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണല്ലോ, ഉരുളക്കിഴങ്ങ് വേവ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉടഞ്ഞു പോവും, അപ്പോൾ കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിടണം. അപ്പോൾ ഇത്രയും ഗ്രേവി മതി നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവിടാം. ഇതിലും കൂടുതൽ കുറുകിയിരിക്കണം കറി എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിന് തുറന്നു വെച്ച് തിളപ്പിക്കുക. അടച്ചു വെച്ച് തിളപ്പിക്കരുത്, തുറന്നു വെച്ച് തിളപ്പിച്ചിട്ട് വറവിടാം. ഞാനിപ്പോൾ ഒന്നുകൂടി 5 മിനിറ്റ് തുറന്നു വെച്ച് തിളപ്പിച്ചിട്ട് വറവിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കറി നമ്മൾ 5 മിനിറ്റ് ആയിട്ട് തുറന്നു വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വറവിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് കറി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഒരു 1/4 ടീസ്പൂൺ കടുക് മതി. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി കഴിഞ്ഞു. നമുക്കിനി വറവ് കറിയിലേക്ക് ചേർക്കാം. വറവ് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഒരു വറവിൻ്റെ
സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഈ ഒരു കറി ഉപയോഗിച്ചിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെയുള്ള കോമ്പിനേഷൻ മസാലക്കറികളോ അല്ലെങ്കിൽ തീയലുകളോ ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. 2-3 വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ആ 2-3 വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പ്രത്യേകം പറയണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്തേക്കില്ലേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.